മുല്ലപ്പെരിയാർ പോലെ ചോർന്നോട്ടെ. എന്തിനാ മടിക്കണത്? ഇങ്ങോട്ട് പോരട്ടേത്. ആരെങ്കിലും കാണുന്നു നാണിച്ചിട്ടാണാ? ഒരു 10 കിലോ അരി ഇങ്ങോട്ട് കിട്ടിയാല് നമ്മളെ കാര്യം ഓക്കെ ആയി. ഇതെവിടെയായിരുന്നു? നിന്നെ കാണാതെ ബോറടിച്ചപ്പോ കുറച്ച് അരി എടുത്ത് ഇങ്ങനെ കളിക്കാന്ന് വിചാരിച്ചു. എത്ര നാളായി കണ്ടിട്ട്. സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടേ പിന്നെ വല്ല കക്കാനുണ്ടെങ്കിലേ വരത്തുള്ളൂ. ഒന്ന് പതുക്കെ പറടി. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഞാൻ കക്കുതല്ലെന്ന്. പിന്നെ ഈ സ്കൂള് എനിക്കും കൂടി അവകാശപ്പെട്ടതാ. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ ഇവിടുന്ന് എടുക്കും. എന്നെ അങ്ങനെ ഒന്നും പറഞ്ഞു വിടാൻ ആർക്കും പറ്റൊന്നുമില്ല. അങ്ങനെ ചേട്ടനെ പെട്ടെന്നൊന്നും പറഞ്ഞു വിടാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. ദേ നോക്കിയേ, തീയും പുകയും കൊണ്ട് എന്റെ പൊന്നിന്റെ കൈ കറുത്ത് കരിവാലിച്ചു പോയി. നോക്കിക്കോ, കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി ഞാൻ ഈ കൈ ഫേഷ്യൽ ചെയ്യും. അയ്യോ, ഫേഷ്യൽ ചെയ്യണ മുഖത്താ? വേണ്ട വേണ്ട, മുഖത്തൊന്നും ചെയ്യണ്ട. എനിക്ക് എന്തെങ്കിലും കണ്ട് പേടിച്ചാലേ പ്രേമം വരുള്ളൂ. അയ്യോ വെള്ളപ്പാറ്റ. സിന്ധു, എന്തോ എന്താ ഇവിടെ ഒച്ച? ഒന്നുമില്ല. എന്റെ പുത്തൻ ചെരുപ്പ് കടിച്ചു പറിച്ച പട്ടിയാ. അതിനെ കുറെ നാളായി ഞാൻ നൂന്ന് വെച്ചിരിക്കുന്നു. എറിയാനൊന്നും. ചൂടുവെള്ള അത് മതി. അയ്യോടാ, സുരേഷ് ആയിരുന്നോ? അശോ, ഹരി കഞ്ഞിയായി. താങ്ക് യു.